വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം. സാധാരണ വായ്പകൾ, വസ്തു വായ്പകൾ, ഓവർഡ്രാഫ്റ്റ്, MDS വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ 10% ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം. ഒപ്പം നിക്ഷേപങ്ങൾക്ക് 8% വരെ പലിശയും മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ, മനപ്പടി, കമ്പനിപ്പടി, പാഞ്ഞാൾ, ഉതുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക. ഫോൺ 9188940075. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ചേലക്കരയിൽ BJP സ്ഥാനാർത്ഥിയായി K. ബാലകൃഷ്ണൻ വീണ്ടും എത്തുമോ എന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. പതിനാറാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് ചേലക്കര മണ്ഡലം കടക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് NDA പാളയത്തിലേക്കാണ്. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന ചേലക്കരയിൽ ഇത്തവണയും താമര ചിഹ്നത്തിൽ ജനവിധി തേടുന്നത് K. ബാലകൃഷ്ണൻ തന്നെയാകുമോ എന്ന ചോദ്യമാണ് മണ്ഡലത്തിൽ സജീവമാകുന്നത്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം സമ്മാനിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ K. ബാലകൃഷ്ണന്റെ പേരിനാണ് നിലവിൽ മുൻഗണന കൽപ്പിക്കപ്പെടുന്നത്. ചേലക്കരയിലെ BJPയുടെ വളർച്ച പരിശോധിച്ചാൽ കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം ദൃശ്യമാണ്. 2020 മുതൽ 2025 വരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. തിരുവല്ലോമല പഞ്ചായത്തിൽ 2020 6 സീറ്റുകൾ ഉണ്ടായിരുന്ന BJP 2025 അത് 10 ഉയർത്തി ഭരണം പിടിച്ചെടുത്തത് വലിയ ചർച്ചയായിരുന്നു. പഴയന്നൂരിൽ 2020 സീറ്റുകളൊന്നും ഇല്ലാതിരുന്ന സ്ഥാനത്ത് 2025 3 സീറ്റുകൾ നേടാൻ BJPക്ക് സാധിച്ചു. കൊണ്ടാടി പഞ്ചായത്തിൽ 2 സീറ്റുകളിൽ നിന്നും 6 സീറ്റുകളിലേക്ക് വളർന്ന് BJP വൻ മുന്നേറ്റമാണ് നടത്തിയത്. വരവൂരിൽ 2025 2 സീറ്റുകൾ നേടാനും വെള്ളത്തോൾ നഗറിൽ തങ്ങളുടെ ഏക സീറ്റ് നിലനിർത്താനും പാർട്ടിക്ക് കഴിഞ്ഞു. പാഞ്ഞാൾ പഞ്ചായത്തിൽ വാർഡുകൾ മാറിയെങ്കിലും കൈവശമുണ്ടായിരുന്ന 2 സീറ്റുകൾ നിലനിർത്താൻ BJPക്കായി. അതേസമയം 2020 3 സീറ്റുകൾ ഉണ്ടായിരുന്ന മുള്ളൂർക്കരയിലും 1 സീറ്റുണ്ടായിരുന്ന ചേലക്കരയിലും 2025 സീറ്റുകൾ നഷ്ടമായതും ദേശമംഗലത്ത് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതും പാർട്ടിക്ക് വെല്ലുവിളിയാണ്. വികസന മുരടിപ്പും ഭരണവിരുദ്ധ വികാരവും വോട്ടാക്കി മാറ്റാൻ K. ബാലകൃഷ്ണനെ പോലെയുള്ള ഒരു ജനകീയ മുഖത്തെ തന്നെ രംഗത്തിറക്കാനാണ് NDA ആലോചിക്കുന്നത്. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും സുപരിചിതനായ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തിയാൽ ചേലക്കരയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനാകും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുക. ന്യൂസ് ഡെസ്ക് CCV.